കണ്ണൻ ഗോപിനാഥൻ പ്രൊഫഷണൽസ് കോൺഗ്രസിൽ അംഗത്വം സ്വീകരിച്ചു. കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകൾക്കെതിരെ പ്രതിഷേധിച്ച് സിവിൽ സർവീസിൽ നിന്ന് രാജിവെച്ച മലയാളി IAS ഉദ്യോഗസ്ഥനായ കണ്ണൻ ഗോപിനാഥൻ ഓൾ ഇന്ത്യ പ്രൊഫഷണൽ കോൺഗ്രസിൽ അംഗത്വം സ്വീകരിച്ചു. കോഴിക്കോട് DCC ഹാളിൽ നടന്ന ചടങ്ങിൽ AIPC സ്റ്റേറ്റ് പ്രസിഡന്റ് രഞ്ജിത്ത് ബാലൻ ഔദ്യോഗികമായി മെമ്പർഷിപ്പ് നൽകി. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൻ ഗോപിനാഥനെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഇതിനിടെയാണ് മുൻ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്റെ പ്രൊഫഷണൽ കോൺഗ്രസിലേക്കുള്ള പ്രവേശനം. തിരുവനന്തപുരത്ത് കാറും ബൈക്കും കൂട്ടിയിടിച്ച അപകടം. തിരുവനന്തപുരം അമ്പലത്തറയിൽ നിയന്ത്രണം വിട്ട കാർ ബൈക്കിലിടിച്ച ശേഷം കടയിലേക്ക് ഇടിച്ചു കയറി. ബൈക്കിൽ യാത്ര ചെയ്യുകയായിരുന്ന അച്ഛനും 2 മക്കൾക്കും ഗുരുതര പരിക്കേറ്റു. ഇവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാർ ഓടിച്ചിരുന്ന പനങ്ങോട് സ്വദേശി സിജിയെ പൂന്തറ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചില്ലെന്ന വൈദ്യപരിശോധനയിൽ കണ്ടെത്തിയെന്നും ഉറങ്ങിപ്പോയതാകാം അപകട കാരണമെന്നും പോലീസ് പറയുന്നു. വൈകിട്ട് 5 മണിയോടെയാണ് അപകടം നടന്നത്. ശബരിമല യുവതീ പ്രവേശന ഹർജി പരിഗണിക്കുന്നതിൽ പ്രതികരിച്ച് NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ. സർക്കാർ മുൻപത്തെ നിലപാട് മാറ്റിയിട്ടുണ്ട്, എന്നാൽ അത് താൽക്കാലികമോ സ്ഥിരമാണോ എന്ന് ഇതോടെ അറിയാമെന്ന് അദ്ദേഹം പറഞ്ഞു. NSS മാത്രമാണ് ഈ കേസിലെ കക്ഷി. സർക്കാർ വൃത്തങ്ങളുമായി ഈ വിഷയത്തിൽ ബന്ധപ്പെട്ടിട്ടില്ല. ആദ്യം ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെങ്കിലും സർക്കാർ പിന്നീട് അത് തിരുത്തുകയാണ് ഉണ്ടായത്. എന്നാൽ കോടതിയിൽ എന്തു പറയുമെന്ന് NSSന് പറയാനാകില്ലെന്നും സുകുമാരൻ നായർ വ്യക്തമാക്കി. ബ്ലാക്ക് വെനം അക്കൗണ്ടിന്റെ ഉടമയെ തേടി പോലീസ്. 30 ഫോളോവേഴ്സും അപ്രത്യക്ഷരായി. എറണാകുളം ചോറ്റാനിക്കരയിൽ 16-കാരി ജീവനൊടുക്കിയ സംഭവത്തിൽ കുട്ടിയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ നിന്ന് കിട്ടിയ വിവരങ്ങളിൽ ദുരൂഹത സംശയിച്ച പോലീസ് ആത്മഹത്യ ചെയ്തിരുന്ന പെൺകുട്ടി പിന്തുടരുന്ന ബ്ലാക്ക് വെനം എന്ന അക്കൗണ്ടിലെ ഫോളോവേഴ്സ് എല്ലാം അപ്രത്യക്ഷിതമായതാണ് പോലീസിന് സംശയമുണ്ടാക്കുന്നത്. കുട്ടിയുടെ ഫോണിന്റെ ഫോറൻസിക് പരിശോധനയിലൂടെ കാര്യങ്ങൾക്ക് കൂടുതൽ വ്യക്തത വരുത്താനാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ശ്രമം. SFIക്കാരുടെ പരാതിയിൽ പോലീസുകാരനെതിരെ ജാമ്യമില്ലാ കേസ്. തിരുവനന്തപുരത്ത് SFIക്കാർ മർദ്ദിച്ച പോലീസുകാരനെതിരെ കേസ്. SFI പ്രവർത്തകർ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് മിഥുൻ റോയിക്കെതിരെ കേസെടുത്തത്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തത്. പോലീസുകാരനൊപ്പമുണ്ടായിരുന്ന സുഹൃത്തിനെയും കേസിൽ പ്രതി ചേർത്തിട്ടുണ്ട്. ഉന്നത നിർദ്ദേശപ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. കുടുംബത്തോടൊപ്പം ആളിലെത്തിയ പോലീസുകാരനെയാണ് SFI പ്രവർത്തകർ മർദ്ദിച്ചത്. പുതുവത്സര രാത്രിയിൽ ശംഖുമുഖത്ത് സമയപരിധി കഴിഞ്ഞിട്ടും DJ പാർട്ടി നടത്തിയതിനെ ചൊല്ലി SFIക്കാരും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായിരുന്നു. അന്ന് SFIക്കാരെ തല്ലിയ പോലീസ് സംഘത്തിൽപ്പെട്ടയാളാണ് മിഥുൻ റോയി. അതിനുള്ള പ്രതികാരമായാണ് മാളിലെ തല്ലെന്നാണ് മിഥുൻ റോയിയുടെ പരാതി.